ഇതൊന്നും നമുക്ക് വാദപ്രതിവാദങ്ങളെക്കാൾ അനാലിസിസിനായിരിക്കും ഈ രാത്രി കൂടുതൽ പ്രസക്തി എന്ന്. ശ്രീ ഗോപാലകൃഷ്ണൻ, BJP ആണ് ഏറ്റവും വലിയ ഒറ്റകക്ഷി. 101 സീറ്റ് മത്സരിച്ചിട്ട് 90 സീറ്റ് നേടി. വളരെ ഗംഭീരമായ സ്ട്രൈക്ക് റേറ്റ് ആണ്, യാതൊരു സംശയവുമില്ല. പക്ഷെ ഇപ്പോഴും ഹിന്ദി ഹൃദയഭൂമിയിൽ BJPക്ക് തനിച്ചു ഭരിക്കാൻ കഴിയുന്ന സംസ്ഥാനമല്ല ബീഹാർ. അത് ഉത്തർപ്രദേശ് പോലെ, മധ്യപ്രദേശ് പോലെ, ഛത്തീസ്ഗഡ് പോലെ ഉള്ള ഒരു സംസ്ഥാനമേ അല്ല ബീഹാർ എന്ന സവിശേഷത അവിടെ നിലനിൽക്കുകയാണ്. അവിടെ ഇപ്പോൾ നേരത്തെ ശ്രീ വർഗീസ് ജോർജ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള കാസ്റ്റ് കോയലേഷൻ കൂടി അവിടെ ഉണ്ടായിരുന്നു. അപ്പർ കാസ്റ്റ് വോട്ടുകൾ വളരെ കൂടുതലായി BJPക്ക് കിട്ടും. EBC വോട്ടുകളും അതുപോലെ തന്നെ മഹാദളിത് വോട്ടുകളും JDUവിന് കിട്ടും. മഹാദളിത് വോട്ടുകൾ ക്യാച്ച് ചെയ്യാൻ മാഞ്ചിയുടെ പാർട്ടിയുണ്ട്, HAM ഉണ്ട്, കുശ്വാഹയുടെ പാർട്ടിയുണ്ട് കൊയ്രി വോട്ടുകൾ കളക്ട് ചെയ്യാൻ, LJP ദളിത് വോട്ടുകൾ കളക്ട് ചെയ്യും. ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കോയലേഷൻ. അതിൽ തന്നെ BJPയെ പോലെ തന്നെ പെർഫോം ചെയ്യാൻ കഴിയുന്ന രണ്ട് പ്രധാനപ്പെട്ട ഘടകകക്ഷികൾ JDUവും LJPയും അവിടെയുണ്ട്. അപ്പുറത്ത് RJDക്ക് ഇതേ മട്ടിൽ പിന്തുണ നൽകാൻ പര്യാപ്തമായ ഘടകകക്ഷികൾ ഉണ്ടായിരുന്നില്ല. യഥാർത്ഥത്തിൽ ഇത് ഒരു അൺഈവൻ ഫൈറ്റ് ആയിരുന്നു. കൂടുതൽ ശക്തമായ ഒരു ഫോർമിഡബിൾ ബ്ലോക്കായ NDA വിജയിച്ചു ഒരു നല്ല മത്സരത്തിൽ എന്നുള്ളതല്ല ഇതിന്റെ ഒരു ശരിയായ വിലയിരുത്തൽ. അല്ല, നിങ്ങൾ എങ്ങനെ വേണേലും വിലയിരുത്തിക്കോളൂ. ഇപ്പോൾ നേരത്തെ കോൺഗ്രസിൻ്റെ വക്താവ് പറഞ്ഞ പോലെ അത് എന്താ പറയുക, വോട്ട് വെട്ടി മാറ്റി വോട്ട് ചോരിയായിട്ടാണ് പലതരത്തിലുള്ള വിലയിരുത്തലുകളാവാം. പക്ഷേ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം, അവിടെ BJP നേതൃത്വം നൽകുന്ന NDA മുന്നണി ആൻറ്റി ഇൻകംബൻസിയെയും മറ്റ് പലതരത്തിലുള്ള ഘടകങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ഒരു വലിയ മാർജിൻ 202 കടക്കുക എന്ന് പറയുന്നത് ഒരു ഉജ്ജ്വലമായ പോരാട്ട വിജയമാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ബീഹാർ എന്നൊക്കെ പറയുന്നത് എത്രയോ കാലം കോൺഗ്രസ് ഭരിച്ച ഒരു സംസ്ഥാനമാണ്. ഇന്ത്യ മുഴുവനും കോൺഗ്രസിൻ്റെ കൈക്കുമ്പിളിലായിരുന്നു. 1980 BJP അധികാരത്തിൽ വരാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുന്ന സമയത്ത് ഈ ഇന്ത്യ മഹാരാജ്യത്ത് ലോകസഭയിൽ 2 സീറ്റാണ് BJPക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ ഞങ്ങൾ ശാന്തമായി ആ 1980 നിന്ന് 10-44 വർഷം അല്ലെങ്കിൽ 10-40 വർഷം ഞങ്ങൾ അത്യധ്വാനം ചെയ്ത് ഞങ്ങളുടെ സംഘടനയെ വിപുലീകരിച്ച് ജനങ്ങളുമായി ഞങ്ങൾ ബന്ധപ്പെട്ട് ജനങ്ങളുടെ ഹൃദയം കവർന്നെടുത്ത് ആ ഹൃദയത്തിനുള്ളിൽ സാധാരണക്കാരന് വേണ്ട കാര്യങ്ങൾ ചെയ്ത് ഞങ്ങൾ മെല്ലെ 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 നേടിയ വിജയമാണ്. ഒരു ദിവസം കൊണ്ട് നേടിയ വിജയമല്ല. അതിനകത്ത് പല പല ഫാക്ടേഴ്സ് ഉണ്ടാവാം. അതിൽ ജാതി ഉണ്ടാവാം, മറ്റു പലതും ഉണ്ടാവാം. അത് ബീഹാർ എന്ന് പറയുന്നത് ഒരു ജാതി രാഷ്ട്രീയത്തിൻ്റെ ഒരു കേന്ദ്രം തന്നെയാണ്. കോൺഗ്രസ് ഇതുവരെ ജയിച്ചതും അവിടെ ലുല്ലു പ്രസാദ് യാദവ് ജയിച്ചതും എല്ലാം ഇതേ ഒരു കണക്കുകൂട്ടലുകളോ അല്ലെങ്കിൽ ഇതേ ഒരു കാഴ്ചപ്പാടിലോ ആണ്. അതുകൊണ്ട് BJP ഒറ്റക്കല്ലല്ലോ എന്ന് പറയേണ്ട ആവശ്യമില്ല. അവിടെ BJP എന്ന് പറയുന്നത് NDA മുന്നണിയാണ്. NDA ഉജ്ജ്വലമായ വിജയം നേടുകയാണ് ചെയ്തത്. ഇനി 2-3 കാര്യങ്ങൾ കൂടി പറയാൻ അനുവദിക്കണം. ഞാൻ വളരെയേറെ ഇഷ്ടപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ശ്രീ RJDയുടെ ശ്രീ വർഗീസ് ജോർജ്. അദ്ദേഹത്തിൻ്റെ അനാലിസിസും അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങളും ഞാൻ സശ്രദ്ധം വീക്ഷിക്കാറുണ്ട്. വളരെ പക്വതയോടുകൂടി വളരെ വളരെ ആഴത്തിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഇന്ന് പറഞ്ഞ ഒരു കാര്യത്തെ ഞാൻ സൂചിപ്പിച്ചോട്ടെ. അദ്ദേഹം ഇന്ന് പറഞ്ഞു സോഷ്യലിസ്റ്റുകളുടെ ഏകീകരണം ഉണ്ടാവണം. എനിക്ക് ബഹുമാനപ്പെട്ട വർഗീസ് ജോർജിനോട് ചോദിക്കാനുള്ളത്, എങ്ങനെയാണ് സാർ സോഷ്യലിസ്റ്റുകളുടെ ഏകീകരണം ഉണ്ടാവുക? കള്ളന്മാരുമായി യോജിക്കാൻ സോഷ്യലിസ്റ്റ് നേതാവ് നിങ്ങളോട് പറഞ്ഞിട്ടില്ല. ഇന്ത്യയിലെ ഏറ്റവും നല്ല സോഷ്യലിസ്റ്റ് നേതാവ് എന്ന് ഞാൻ വിചാരിക്കുകയും ഒരു പരിധിവരെ ഞാൻ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിൻ്റെ ചിന്തകളെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ശ്രീ രാം മനോഹർ ലോഹ്യ. ഞാൻ രാം മനോഹർ ലോഹ്യയെ ആരാധിക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ചിന്തകൾ എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. ആ രാം മനോഹർ ലോഹ്യയുടെ കടുത്ത എതിരാളി എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റുവാണ്. രാം മനോഹർ ലോഹ്യയുടെ രാഷ്ട്രീയത്തിന് എന്നും അദ്ദേഹം എതിർ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും എതിരാണ്. നിങ്ങൾ ഇന്നത്തെ സോഷ്യലിസ്റ്റുകൾ അന്ന് രാം മനോഹർ ലോഹ്യ ജനസംഘവുമായി ഒരുമിച്ച് പോകണം എന്നുവരെ രാം മനോഹർ ലോഹ്യ സൂചിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കോട്ടയത്ത് നിന്ന് പ്രസിദ്ധീകരിക്കുന്ന സമ്പൂർണ്ണ കൃതികളിൽ അത് മുഴുവനും വ്യക്തമാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കെങ്ങനെ ഏകീകരണം ഉണ്ടാക്കാൻ പറ്റും? അങ്ങ് പറഞ്ഞു ഒരു പുനരേകീകരണം സോഷ്യലിസ്റ്റുകൾ ഉണ്ടാക്കണം. നിങ്ങൾ രാം മനോഹർ ലോഹ്യ
അടക്കമുള്ളവരുടെ സോഷ്യലിസ്റ്റ് ചിന്തയാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും കോൺഗ്രസിൻ്റെ കൂടെ നിന്നിട്ടോ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ കൂടെ നിന്നോ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. സാധാരണക്കാരൻ്റെ കാര്യങ്ങളാണ് നിങ്ങൾ ചർച്ച ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ സോഷ്യലിസം എന്ന് പറയുന്നത് പാവപ്പെട്ടവന് വേണ്ടി സാധാരണക്കാരന് വേണ്ടി നാം ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചോ കിട്ടേണ്ട കാര്യങ്ങളെക്കുറിച്ചോ അവർക്ക് വേണ്ടിയാണ് നാം സംസാരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് BJPയോടൊപ്പം പോകേണ്ടി വരും. കാരണം നിങ്ങൾ BJPയെ ഐക്യം കൽപ്പിക്കുന്നത് മറ്റു പല കാര്യങ്ങൾ പറഞ്ഞിട്ടാണ്. പക്ഷെ പാവപ്പെട്ടവന് വെള്ളം കൊടുക്കാനും പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കാനും പാവപ്പെട്ടവന് വീട് കൊടുക്കാനും പാവപ്പെട്ടവന് കക്കൂസ് കൊടുക്കാനും പാവപ്പെട്ടവന് ബാങ്ക് അക്കൗണ്ട് കൊടുക്കാനും ഒക്കെ ഇന്ന് തയ്യാറായിട്ടുള്ള പാർട്ടി BJPയാണ്. അതുകൊണ്ട് താങ്കളുടെ സോഷ്യലിസ്റ്റ് ഏകീകരണം കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ചേരിയിൽ നിന്നിട്ട് സാധ്യമാകും എന്നെനിക്ക് തോന്നുന്നില്ല. ഒന്ന് ഒറ്റ വരി കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. കോൺഗ്രസിൻ്റെ നേതാവ് സ്വാഭാവികമാണ്, അദ്ദേഹത്തിന് ആ പരാജയത്തിലൊരു ഒരു മാനസികമായിട്ടുള്ള ഒരു ആഘാതത്തിൽ അദ്ദേഹം വല്ലാതെ നെർവസാണ്. എന്തായാലും അദ്ദേഹത്തെ ഞാൻ അംഗീകരിക്കുകയാണ്. കാരണം അദ്ദേഹം ഇപ്രാവശ്യം ബീഹാറിൽ ജയിച്ചത് എന്നാലും വോട്ടിംഗ് മെഷീൻ താമര വരുന്ന വോട്ടിംഗ് മെഷീൻ ആണ് എന്ന് പറഞ്ഞില്ലല്ലോ. പക്ഷെ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. അതെന്താ പറഞ്ഞത്? ബീഹാറിൽ SIR ആണ് ഇതിന് കാരണം. കുറേ ആളുകളെ വോട്ടിൽ നിന്ന് മാറ്റി നിർത്തി. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, നാളിതുവരെ നിങ്ങൾ ജയിച്ചത് ബംഗ്ലാദേശി പൗരന്മാരെ കൊണ്ടാണോ? നാളിതുവരെ ജയിച്ചത് മ്യാൻമറിലെ പൗരന്മാരെ കൊണ്ടാണോ? സുപ്രീം കോടതിയിൽ പോയില്ലേ? സുപ്രീം കോടതിയിൽ ഏതെങ്കിലും ഒരു പൗരന്, ഇവിടുത്തെ ഈ ബീഹാറിലെ ഈ ഇന്ത്യൻ പൗരന്, ബീഹാറിൽ താമസിക്കുന്നവന് ഏതെങ്കിലും ഒരാളുടെ പേര് കൊണ്ടുപോവാ വോട്ട് കിട്ടാത്തത് ഞങ്ങൾ നോക്കാമെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ട് എന്തേ കോൺഗ്രസ്സുകാരും പോയില്ല? എന്തേ ബീഹാറിലെ ആരും ചെന്നില്ല? ദാ ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നുണ്ട്. കേരളത്തിൽ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ SIR? ഇല്ലല്ലോ. നിങ്ങൾ മാറി നിൽക്കല്ലേ. ഇപ്പം നാളെ കേരളത്തിൽ SIR നടത്തി കഴിഞ്ഞാൽ BJP SIR നടത്തി അതിൽ വോട്ട് മുഴുവൻ വെട്ടിമാറ്റിയത് നിങ്ങൾ പറഞ്ഞിട്ട് എന്താ അർത്ഥമുള്ളത്? നിങ്ങളൊരു കാര്യം ചെയ്യുന്ന ഇലക്ഷൻ കമ്മീഷൻ്റെ മുമ്പിലോ സുപ്രീം കോടതിയിലോ കേസ് കൊടുക്ക്. ഒന്നും ചെയ്യൂല, ഒരു വസ്തു ചെയ്യൂല. എന്നിട്ട് ഈ ഒരു മാനസിക വിഭ്രാന്തി പോലെ വന്ന് എന്തെങ്കിലും പറയുന്നത് ശരിയല്ല. കോൺഗ്രസ് ജില്ലോ കുറച്ചുകൂടെ അക്കാഡമിക്കായിട്ട് സത്യസന്ധമായിട്ട് പറയാം, ഞങ്ങൾ തോറ്റു, അതങ്ങ് അംഗീകരിക്കേ. അതാണ് അന്തസ്.